സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വീണ്ടും കുന്നംകുളത്തെത്തിച്ച് റഫീഖ് അഹമ്മദ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വീണ്ടും കുന്നംകുളത്തെത്തിച്ച കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് വിഡ്ഢികളുടെ മാഷ് എന്ന സിനിമയിലെ പാട്ടിനാണ് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. പുതിയ കാലഘട്ടത്തിലെ പാട്ടുകളിൽ കാവ്യാത്മകത കുറഞ്ഞതായി റഫീഖ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു. അത്തരത്തിലുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ പാട്ടിനെ അംഗീകരിച്ചത് കാവ്യാത്മകതയ്ക്കുള്ള അംഗീകാരമാണെന്ന് റഫീഖ് അഹമ്മദ് പറഞ്ഞു. തൃശൂർ ജില്ലയിലെ കുന്നംകുളം താലൂക്കിലെ കടവല്ലൂർ പഞ്ചായത്തിൽ സജ്ജാദ് ഹുസൈൻ്റെയും തിത്തായക്കുട്ടിയുടെയും മകനായി 1961 ഡിസംബർ 17-നാണ് റഫീഖ് അഹമ്മദ് ജനിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെയാണ് കവി, ഗാനരചയിതാവ് എന്നീ നിലകളിൽ മികവ് പ്രകടിപ്പിച്ചത്. 1980കളുടെ തുടക്കത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച തോണി യാത്രയാണ് ആദ്യ കവിത. തുടർന്ന് ESI കോർപ്പറേഷനിലെ ജോലിക്കൊപ്പം കവിത എഴുത്തും തുടർന്നു. 1990കളുടെ തുടക്കമായപ്പോഴേക്കും റഫീഖ് അഹമ്മദ് എന്ന പേര് സാഹിത്യ ലോകത്ത് അംഗീകരിക്കപ്പെട്ടു തുടങ്ങി. 1999 റിലീസായ ഘർഷവും എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതിക്കൊണ്ടാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്തെത്തുന്നത്. പറയാൻ മറന്ന പരിഭവങ്ങൾ ആണ് അദ്ദേഹം എഴുതിയ ആദ്യ ഗാനം. 2004 റിലീസായ പെരുമഴക്കാലം എന്ന സിനിമയിലെ രാക്ലിതൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം എന്ന പാട്ട് ഹിറ്റായതിനെ തുടർന്ന് ഈ പാട്ട് പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും ഒരുപോലെ നേടി. 2008 റിലീസായ ഫ്ലാഷ് മികച്ച ഗാനരചനയ്ക്ക് ആദ്യ സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത പ്രണയകാലം എന്നീ ചിത്രങ്ങളോടെ മലയാളത്തിൽ തിരക്കുള്ള ഗാനരചയിതാവായി റഫീഖ് അഹമ്മദ് മാറി. പുതുമയാർന്ന ബിംബങ്ങളും പദങ്ങളുമാണ് റഫീഖ് അഹമ്മദ് ഗാനങ്ങളുടെ സവിശേഷത. ഒരേ സമയം അർത്ഥഗാംഭീര്യവും കാവ്യഗുണവും തുളുമ്പുന്ന ഗാനങ്ങൾ രചിച്ച് മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് തൻ്റേതായ ഇടം റഫീഖ് അഹമ്മദ് കണ്ടെത്തി. രമേശ് നാരായണൻ, ഗോപി സുന്ദർ, M. ജയചന്ദ്രൻ, ശ്രീവത്സൻ J. മേനോൻ, ഔസേപ്പച്ചൻ, മോഹൻ സിത്താര തുടങ്ങി മലയാളത്തിൽ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കുമൊപ്പം പ്രവർത്തിച്ച അദ്ദേഹം മുതിർന്ന സംഗീത സംവിധായകനുമായിരുന്ന ദക്ഷിണമൂർത്തി സ്വാമികൾക്ക് വേണ്ടി വരികൾ എഴുതി. മലയാളത്തിൽ ഇതുവരെ ഏകദേശം 600 ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. തിരക്കുള്ള മലയാള ചലച്ചിത്ര രചയിതാവിനെ തുടർന്ന് 2012 ESI കോർപ്പറേഷനിലെ ജോലിയിൽ നിന്നും VRS എടുത്തു. ഇത്തവണത്തെ മികച്ച ചലച്ചിത്ര രചനയ്ക്കുള്ള അവാർഡ് എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. 6ാമത്തെ തവണയാണ് എനിക്കിപ്പോൾ സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. അത് വലിയൊരു ബഹുമതിയാണ്. തുടർച്ചയായിട്ടല്ലെങ്കിലും പല ഘട്ടങ്ങളിലായിട്ട് 6 തവണ കിട്ടിക്കഴിഞ്ഞു. അത് വിഡ്ഢികളുടെ മാഷ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടിനാണ്. സിനിമ അത്ര കണ്ട് ഒരു പ്രദർശന വിജയം ഉണ്ടായില്ല. നല്ല സിനിമയായിരുന്നു, അത് വളരെ നല്ല മികച്ചൊരു സിനിമയായിരുന്നു. പക്ഷേ വേണ്ട രീതിയിൽ അത് പ്രദർശന വിജയം ഉണ്ടായില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ മാത്രമല്ല, അങ്ങനെ ഒരു ഹിറ്റ് ചാർട്ടിൽ വന്ന ഒരു പാട്ടുമായിരുന്നില്ല. കുറച്ചൊരു ഗൗരവ സ്വഭാവമുള്ള കുറച്ചുകൂടി കാവ്യാത്മകമായിട്ടുള്ള പാട്ടായിരുന്നു. ബിജിപാലാണ് അതിൻ്റെ സംഗീതം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിജിപാലും ഞാനും തമ്മിൽ കുറേ പാട്ടുകൾ ചെയ്തിട്ടുള്ള ഒരു ഇതുകൊണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. അത് അവാർഡുകൾ മുന്നോട്ട് പിന്നെ കൂടുതൽ കാര്യം നല്ല മികച്ച രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഊർജവും ഉന്മേഷവും ഒക്കെ തരുന്ന ഒരു സമിതി തന്നെയാണ്. അതോടൊപ്പം തന്നെ ശ്രോതാക്കളുടെ, കേൾക്കുന്നവരുടെ, ആസ്വാദകരുടെ സ്നേഹവും പ്രോത്സാഹനവും പ്രധാനപ്പെട്ടു. പാട്ടുകളുടെയൊക്കെ സിനിമകളുടെ രൂപഭാവങ്ങൾ മാറിയതോടുകൂടി ചലച്ചിത്ര ഗാനങ്ങളുടെ ഒരു രീതിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പ് നമ്മൾ പഴയകാലത്തെ പാട്ടുകളുടെ അല്ലെങ്കിൽ പിന്നീട് ഉണ്ടായിട്ടുള്ള അതിൻ്റെ സ്വാഭാവികമായിട്ട് കുറേ പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ പാട്ടുകൾ അതിന് ഇപ്പോൾ പഴയ പോലുള്ള ഒരു കാവ്യാത്മകത കുറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു പരാതിയൊക്കെയാണ് പൊതുവുള്ളത്. അങ്ങനെയുള്ള പരാതികളൊക്കെയാണ് നിലനിൽക്കുന്നത്. ആ പരാതികളുടെ ഇടയിൽ ഈ പാട്ടിന് അംഗീകരിക്കപ്പെട്ടത് തീർച്ചയായിട്ടും പാട്ടിനകത്തുള്ള കവിതയ്ക്ക്, കാവ്യാത്മകതയ്ക്ക് ഉള്ള അംഗീകാരം കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്.